ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കേസ് എന്നാണ്. പുതിയൊരു ചാപ്റ്ററാണ് തുടങ്ങാൻ പോണത്. അപ്പോൾ അതിൽ കേസ്, അതായത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ, ബിസിനസ് മാനേജ്മെൻറ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, എമർജിങ് കൺസെപ്റ്റ്സ് ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു 12th ചാപ്റ്റർ. അതിൽ ഫസ്റ്റ് ആണ് കേസിൻ്റെ. അതിൽ TQM, TPM, MIS, ISO ചേഞ്ച്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വണ്ണാണ് കേസൻ. കേസൺ ഈസ് എ ജപ്പാനീസ് വേർഡ് നെയിംസ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. അതായത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റിനെ പറയുന്നതാണ് എന്ത്, കേസൺ എന്ന ജപ്പാനീസ് വേർഡ് കൊണ്ട് പറയുന്നത്. ഇറ്റ് മെയ്ഡ് അപ്പ് ഓഫ് 2 ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ജപ്പാനീസ്. 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ജപ്പാനീസിൽ പറയുന്നത്. ഒന്ന് പറഞ്ഞാൽ കൈ എന്ന് പറയുന്നത് വിച്ച് മീൻസ് ചേഞ്ച് ആൻഡ് സെൻ മീൻസ് ഗുഡ്. അത് ചേഞ്ചും അതുപോലെ നല്ലതെന്നാണ് അതിൽ പറയുന്നത്. കേസൺ ഈസ് സ്ലോലി ബട്ട് ഓൺ ഗോയിങ് പ്രോസസ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, നോട്ട് ബ്ലിറ്റ്സ് ഓർ ക്വിക്ക്ലി ഇംപ്ലിമെൻറ്റ് ഓഫ് ചേഞ്ചസ്. അതായത് എന്തെങ്കിലും കാര്യത്തിന് ചേഞ്ചസ് കൊണ്ടുവരികയാണെങ്കിൽ മെല്ലെ കാര്യങ്ങൾക്ക് ചേഞ്ചസ് കൊണ്ടുവരിക. പെട്ടെന്ന് ചേഞ്ച് കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് മെല്ലെ മെല്ലെ ചേഞ്ചസ് കൊണ്ടുവരുന്നതാണ് എന്നതാണ് കേസിന് അഭിപ്രായപ്പെടുന്നത്. ഇൻ ലെയ്സ്മാൻ ലാംഗ്വേജ്, സാധാരണക്കാരുടെ ഇടയിൽ കേസ്മാൻ പറയുന്നത് കണ്ടിന്യൂസ് സ്മോൾ ഇംപ്രൂവ്മെൻറ്റ് ഈസ് ഓവറോൾ പ്രോസസ് ആൻഡ് എവൻച്വലി എയിംസ് ടുവേർഡ്സ് ഓർഗനൈസേഷൻസ്. അതായത് തുടർച്ചയായിട്ടുള്ള മാറ്റങ്ങളാണ്, അതായത് തുടർച്ചയായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റുകൾ വരുമ്പോഴാണ് എന്തെന്നാണത് ഓർഗനൈസേഷൻ്റെ സക്സസ് ഉണ്ടാവണേ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, കേസിൻ്റെ ഇത് പറയുന്നത് ജപ്പാനീസുകാർ ഫീൽ മെനി സ്മോൾ കണ്ടിന്യൂസ് ചേഞ്ചിങ് സിസ്റ്റം ആൻഡ് പോളി ബ്രിങ് എഫക്റ്റീവ് റിസൾട്ട് ദാൻ ഫ്യൂ മേജർ ചേഞ്ചസ്. വലിയ കുറേ മാറ്റങ്ങളെക്കാളും നല്ലത് കുറച്ചായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് മാറ്റങ്ങൾ വരേണ്ടതാണ് ഏറ്റവും നല്ലതെന്നാണ് ജപ്പാനീസുകാർ പറയുന്നത്. കേസൻ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് സ്ട്രാറ്റജി വേർ എംപ്ലോയീസ് അറ്റ് ഓൾ ലെവൽ ഓഫ് കമ്പനി വർക്ക് ടുഗദർ proactively to achieve regular incremental improvement to manufacture process. In a sense, it combines the collective talent with a company to create a powerful engine to improvement. ഇതിൽ കേസിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ മെയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എല്ലാ എംപ്ലോയീസും ഒരേപോലെ തന്നെ ഒപ്പം വർക്ക് ചെയ്യുന്നു. ടു അച്ചീവ് റെഗുലർ, അതായത് സ്ഥിരമായിട്ടുള്ള വർക്ക് ടുഗദർ പ്രൊആക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ എന്താ, പോസിറ്റീവായിട്ട് അപ്രോച്ച് കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ റെഗുലർ ചേഞ്ചസ് കൊണ്ടുവരാനും പറ്റും. ഇൻക്രിമെൻ്റലി ഇംപ്രൂവ്മെൻറ്റ് കാര്യങ്ങൾ വരക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ എംപ്ലോയീസ് എല്ലാവരും ഒരുമിച്ച് കൂടി നിന്നിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. അത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ് എന്നാണ് പറയുന്നത്. ദി കളക്റ്റീവ് ടാലൻറ്റ് വിത്ത് ദി കമ്പനി ക്രിയേറ്റ് പവർഫുൾ എൻജിൻ ഫോർ ഇംപ്രൂവ്മെൻറ്റ്. അതുപോലെ കമ്പനി എന്താ ചെയ്യണത്, എല്ലാവരുടെയും ടാലൻറ്റ് കാര്യങ്ങൾ, എല്ലാ വ്യക്തികളുടെയും ടാലൻറ്റുകൾ കളക്ട് ചെയ്യണം. ഒരാളുടെ മാത്രമല്ല ശ്രദ്ധിക്കണം, എല്ലാവരുടെയും എന്താണ് ടാലൻറ്റ് കാര്യങ്ങൾ കമ്പനി അത് കളക്ട് ചെയ്യുക. അതിലൂടെ എന്താണ് ഒരു പവർഫുൾ എൻജിനായിട്ട് അത് ഇംപ്രൂവ് ചെയ്യുകയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ കേസ് എന്ന് പറഞ്ഞത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻ്റ് ആണ്. പെട്ടെന്നുള്ള മാറ്റത്തേക്കാളും കൂടുതൽ മെല്ലെ മെല്ലെ ഓരോ കാര്യങ്ങൾ മാറുമ്പോഴാണ് അത് കൂടുതൽ എഫക്റ്റീവ് ആവുക എന്നാണ് കേസിൽ സ്റ്റഡീസിൽ പറയാം. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സൊക്കെ പറയാം. അതായത് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ആദ്യം നമുക്ക് കേസിൻ്റെ ഒരു ഡെഫിനിഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ കണ്ടിന്യൂസ് എഫേർട്ട് ബൈ ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസ്. അതായത് കേസ് ആൻഡ് സ്റ്റഡിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓരോ എംപ്ലോയീസിൻ്റെയും ഇഫേർട്ടാണ്, ഒരു കണ്ടിന്യൂസ് ഇഫേർട്ടാണ് എന്തെന്ന് പറഞ്ഞത് കേസ് ആൻഡ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇത് ഫ്രം CEO, അതായത് അവിടുത്തെ CEO മുതൽക്ക് ഫീൽഡ് സ്റ്റാഫ് വരെയുള്ള വ്യക്തികൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് ചെയ്യുന്നത്, ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതായത് ഓവറോൾ അവിടുത്തെ ഓർഗനൈസേഷൻ്റെ ഓവറോൾ പെർഫോമൻസ് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരൊരു കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് പരിശ്രമിച്ച് കൊണ്ടിരിക്കുകയാണ്. അതിനെ പറയുന്നതാണ് ഇത് കേസ് ആൻഡ് സ്റ്റഡി എന്ന് പറയുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് അവരുടെ ഓരോ വ്യക്തികളും ഓരോ എംപ്ലോയീസും നല്ല ഇഫേർട്ട് എടുത്തിട്ട് അവരെന്താ ചെയ്യുന്നത്, നമ്മുടെ ഓർഗനൈസേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് പ്രയത്നിക്കുകയാണ്. അതാണ്. ഇനി നമുക്കതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. First one of the most notable feature of Kaizen is that big results come from many small changes accumulated over the time. അതായത് നമ്മൾ കുറച്ച് മാറ്റങ്ങൾ ചെറിയ ഒരു കാലത്തിലൊരു കുറച്ച് മാറ്റങ്ങൾ വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ബിഗ്ഗാണ് അല്ലെ. ശ്രദ്ധിച്ചിട്ടുണ്ട്, ചെറിയ മാറ്റങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിപ്പിനായാലും ചെറിയ മാറ്റങ്ങൾ വരുത്തി, ഇപ്പോൾ ടൈം കൂട്ടി
പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ ചെറിയ ചെറിയ മാറ്റം വന്നാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെയധികം ബിഗ് ആവും എന്നാണ് കേസ് സ്റ്റഡിയിൽ പറയുന്നത്. പിന്നെ കേസ് ടൂൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രോസസ്സാണ്. ഒരു പ്രോസസ്സ്, അതായത് പ്രൊഡക്ഷൻ പ്രോസസ്സാവും എന്തെങ്കിലും പ്രോസസ്സിൻ്റെ ഒരു കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് എന്നാണ് എന്തെന്ന് പറയുന്നത് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇംപ്ലിമെൻറ്റിങ് കേസ് ടൂൾ ഈസ് നോട്ട് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സിംഗിൾ ഇൻഡിവിജ്വൽ ബട്ട് ഇൻവോൾവ്സ് എവരി വൺ ഹൂ ഡയറക്റ്റ്ലി അസോസിയേറ്റ് വിത്ത് ഓർഗനൈസേഷൻ. ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്തമല്ല എന്തെന്ന് പറയുന്നത് കേസ് ടൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണത് ഓരോ വ്യക്തികളുടെ, ഓരോ ആൾക്കാരുടെ എന്താ പറയുക റെസ്പോൺസിബിലിറ്റി അല്ല. ആ ഓർഗനൈസേഷൻ ആരൊക്കെ ഉണ്ട്, ആ ഓർഗനൈസേഷൻ ആരൊക്കെ ബന്ധമുണ്ട്, അവരുടെ ഒക്കെ കൂടിയിട്ടുള്ള മൊത്തത്തിലുള്ളൊരു ഉത്തരവാദിത്തമാണ് എന്തെന്ന് പറഞ്ഞാൽ കേസ് ടൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത്. അതുപോലെ ഓരോ എവരി എംപ്ലോയീസ് കോൺട്രിബ്യൂട്ട് ഹിസ് ഓൺ സജഷൻ ടു ഇംപ്രൂവ് വർക്ക്. ഓരോ വ്യക്തികൾ, ആ ഓർഗനൈസേഷൻ ഓരോ വ്യക്തികൾക്കും ഓരോ സജഷൻസ് അവരുടെ വർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സജഷൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കേസൻ ഈസ് എ ഫിലോസഫി ദ ഫോക്കസ് ബോത്ത് പ്രോസസ് ആൻഡ് റിസൾട്ട്. കേസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫിലോസഫിയാണ്. അതെന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണത് പ്രോസസ്സിനെയും റിസൾട്ടിനെയും അവരത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രോസസ് ഓഫ് വെൻ ഡൺ കറക്റ്റ്ലി ഹ്യൂമാനൈസ് ദ വർക്ക് പ്ലേസ്. അതായത് അവരെ കൊണ്ട് പ്രോസസ്സ്, അതായത് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് കറക്റ്റായിട്ട് ഡൺ ചെയ്യാനും, അതേപോലെ തന്നെ ഹ്യൂമാനൈസ് വർക്ക് പ്ലേസിൽ അതുപോലെ അൺനെസസറി ആയിട്ടുള്ള ഹാർഡ് വർക്കുകൾ എലിമിനേറ്റ് ചെയ്യുക. അതായത് മെൻ്റലി ആവാം, ഫിസിക്കലി ആവാം, അത് ഒക്കെ ഹാർഡ് വർക്ക് കാര്യങ്ങൾ കുറയ്ക്കാനും, അതേപോലെ ടീച്ച് ഹൗ പീപ്പിൾ ടു റാപ്പിഡ് എക്സ്പീരിയൻസ് യൂസിങ് സയൻറ്റിഫിക് മെത്തേഡ്. എത്രത്തോളം സയൻറ്റിഫിക് മെത്തേഡുകൾ കാര്യങ്ങൾ അതിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്നും, അതേപോലെ ബിസിനസ് പ്രോസസ്സിനെ എലിമിനേറ്റ് ചെയ്യാം. അതായത് ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, അതേപോലെ തന്നെ സയൻറ്റിഫിക് മെത്തേഡൊക്കെ കൂടുതലും പഠിപ്പിക്കുക. അതാണ് അടുത്ത ഫീച്ചർ എന്താണ്. പിന്നെ ഇറ്റ് ഈസ് എ പ്രോസസ് ഓറിയൻറ്റഡ് ആൻഡ് നോട്ട് ഗോൾ ഓറിയൻറ്റഡ് വേ ഓഫ് തിങ്കിങ്. ഇറ്റ് ഈസ് പ്രോസസ് ഓറിയൻറ്റഡ്, അതായത് പ്രൊഡക്ഷൻ ആണെങ്കിൽ ആ പ്രൊഡക്ഷൻ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. മറ്റുള്ള ഗോൾ ഓറിയൻറ്റഡ് കാര്യങ്ങൾസൊന്നും അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് നമ്മുടെ പ്രോസസ്സിനാണ് എന്നാണ് കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇറ്റ് ഫോക്കസ് ഓൺ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഓൾ കോമ്പോണൻറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് പ്രോസസ്സ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് എന്താ, എല്ലാ കോമ്പോണൻസിൻ്റെയും ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓവറോൾ ഇംപ്രൂവ്മെൻറ്റ്, അതേപോലെ ബിസിനസ് പർട്ടിക്കുലർ ഓൺ സച്ച് ഫാക്ടേഴ്സ്. പിന്നെ ഇറ്റ് ഫോക്കസ് ഓൺ ഇംപ്രൂവ്മെൻറ്റ് ഓൾ കൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ബിസിനസ് പ്രോസസ് പർട്ടിക്കുലർ ഓൺ സച്ച് ഫാക്ടേഴ്സ് അറ്റ് സ്റ്റിമുലേഷൻ ആൻഡ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് വർക്ക് ആൻഡ് മീഡിയം അതായത് ഒരു ഓർഗനൈസേഷൻ്റെ വർക്ക് പ്രൊഡക്ഷൻ ആയാലും അല്ലെങ്കിൽ ബിസിനസ് പ്രോസസ്സായാലും ആ കാര്യങ്ങൾ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് അത് വർക്ക് ചെയ്യണം. അതേപോലെ തന്നെ അവർ എംപ്ലോയീസിനെ ഒരു ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് അവരെ ഇൻവോൾവ് ചെയ്യിക്കണം. അതേപോലെ തന്നെ നോട്ട് ഓൺലി വർക്കേഴ്സിന് മാത്രമല്ല, പക്ഷേ അവിടുത്തെ ലോ റേഞ്ചുള്ള മാനേജേഴ്സിനും കൂടിയിട്ട് അവിടുത്തെ ഡിസിഷൻസ് കാര്യങ്ങൾ എടുക്കാൻ നമ്മൾ ഇതാക്കണമെന്നാണ് കേസിൻ്റെ ഫീച്ചേഴ്സിൽ പറയുന്നത്. ഇനി ഒബ്ജക്റ്റീവ്സിൽ അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഫീച്ചേഴ്സ് കഴിഞ്ഞു. ഇനി ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കേസ് ആൻഡ് ടാസ്ക് പ്രോസസ്സ് സിസ്റ്റം പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് അപ്പാർട്ട് ദം റിബിൽഡ് ദം ദ ബെറ്റർ വേ. ഈ കാര്യങ്ങളാണ് ബേസിക്കലി ആയിട്ട് കേസിന് എടുക്കുക. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്നാണ് ടു എലിമിനേറ്റ് വേസ്റ്റ് ഓർ ആക്ടിവിറ്റി ദാറ്റ് ആഡ് കോസ്റ്റ് ആൻഡ് നോട്ട് വാല്യൂ. അതായത് വാല്യൂസ് കൂട്ടാണ്ട്, അതായത് വേസ്റ്റുകളൊന്നും ഇല്ലാണ്ട് ഒരു എന്താ പറയുക പെർഫെക്റ്റായിട്ട് പോവുക. അതായത് നമ്മുടെ ആക്ടിവിറ്റീസിന് കോസ്റ്റൊന്നും കൂട്ടാണ്ട്, എന്താ പറയുക പ്രൊഡക്റ്റുകൾ വേസ്റ്റ് ആക്കാണ്ടിരിക്കുക, കോസ്റ്റുകളൊന്നും കൂട്ടാണ്ടിരിക്കുക വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റീവ് അവർ ഇതാക്കുന്നുണ്ട്. ജസ്റ്റ് ഇൻ ടൈം ഡെലിവറി, അതായത് ഓരോ സാധനങ്ങളും ടൈമിൽ തന്നെ ഡെലിവറി ചെയ്യുക. അതായത് ഓവർ സ്റ്റോക്കിംഗ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഓവറായിട്ട് സ്റ്റോക്ക് ചെയ്യാണ്ട് അവർക്ക് ആവശ്യമുള്ള സമയത്ത് ആ കാര്യങ്ങൾ കൊടുക്കുക. പ്രൊഡക്ഷൻ ലോഡ് ലിവേലിംഗ് ഓഫ് എമൗണ്ട്സ് ആൻഡ് ടൈപ്സ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ റിവെയിലിംഗ് എന്ന് പറഞ്ഞാൽ റോഡിൽ ബാലൻസ് ചെയ്ത് പോവുക. അതാണ് റിവെയിലിങ്ങോട് ബാലൻസ് ചെയ്ത് ഒന്നിന് എക്സ്ട്രാ കോസ്റ്റ് ഒന്നും കൊടുക്കാണ്ടെയോ അല്ലെങ്കിൽ അതൊക്കെ ടൈമിൽ ഒക്കെ അവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ എമൗണ്ട് ഒന്നും വേസ്റ്റ് ആക്കാണ്ട് എല്ലാം കൃത്യമായിട്ട് വേസ്റ്റ് ഉണ്ടാവാണ്ട് ബാലൻസ് ചെയ്ത് പോകുന്നതിനാണ് റൂട്ട് റിവെയിലിംഗ് എന്നുകൊണ്ട് ഉപയോഗിച്ചിരുന്നത്. ലോഡ് റിവീലിംഗ് ഉണ്ട്. വർക്കിൽ ഒരു സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ ചെയ്യാം.
സ്റ്റാൻഡേർഡൈസ്ഡ് വർക്കാണ്. അതായത് സിസ്റ്റമാറ്റിക് മൂവ്മെൻറ്റിൽ തന്നെ നടത്തണം, സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് തന്നെ വർക്ക് കാര്യങ്ങൾ നടത്തണം. പേസ്ഡ് മൂവിങ് ലൈൻസ് ആൻഡ് റൈറ്റ് സൈഡ് എക്യുപ്മെൻറ്റ് എന്നാണ്. പേസ്ഡ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക, അതാണ് പേസ്ഡ് മൂവിങ് ലൈൻസ് എന്ന് പറയുന്നത്. അതായത് ഓരോ എംപ്ലോയീസിനും ഓരോ വർക്ക്, അതായത് ഓരോ ടാസ്ക്കായിട്ട് എംപ്ലോയീസിന് കൊടുത്തിട്ട് ആ ടാസ്കുകൾ എംപ്ലോയീസ് കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുക, അത് കൃത്യമായിട്ട് റിസൾട്ട് കാര്യങ്ങൾ, അതാണ് പേസ്ഡ് മൂവിങ് ലൈൻസ് ആൻഡ് റൈറ്റ് സൈഡ് എക്യുപ്മെൻറ്റ്സ്. ഇതൊക്കെയാണ് എന്തെന്ന് കേസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നാണ്. ഇനി കേസിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. എന്തായിരിക്കും ഇപ്പോൾ ഇതിൽ തന്നെ കേൾക്കുമ്പോൾ തന്നെ എന്താണ് നമുക്ക് മനസ്സിലാക്കാം, ഇൻവെൻട്രി വേസ്റ്റ്, അതുപോലെ ടൈം വേസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ മോട്ടിവേഷൻ വർക്കേഴ്സ്, അതായത് വേസ്റ്റ് കാര്യങ്ങൾസൊക്കെ എലിമിനേറ്റ് ചെയ്തു പോകും. അതായത് മോഷൻ സ്റ്റഡി വർക്കേഴ്സ്, അതായത് എല്ലാ കാര്യങ്ങളും എലിമിനേറ്റ് ചെയ്യണോ, ആവശ്യമില്ലാത്ത മോഷൻസ് വർക്കേഴ്സിൻ്റെ, അതേപോലെ തന്നെ ടൈമൊന്നും വേസ്റ്റ് ചെയ്യണില്ല. അതാ ഈ കേസ് എന്നുള്ള ടൂൾ വന്നുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് ആണ് അപ്പോൾ ഡിസ്കസ് ചെയ്യണേ. ഇനി കേസ് ഇംപ്രൂവ് സ്പേസ് യൂട്ടിലൈസേഷൻ അല്ലേ, നമ്മുടെ പ്രോഡക്റ്റിൻ്റെ യൂട്ടിലിറ്റി, അതുപോലെ പ്രൊഡക്ടിവിറ്റി കൂട്ടണം, അതുപോലെ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നു. അതുപോലെ ഹയർ മൊറൈൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ, ലോവർ ടേൺ ഓവർ, അതായത് ഇപ്പോൾ നല്ല ഹൈ റിസൾട്ട് കിട്ടുന്നുണ്ട് എംപ്ലോയീസിൻ്റെ നിന്ന്. കാരണം നമ്മൾ കണ്ടു അല്ലേ, അവരെ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യണതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത്, നല്ല റിസൾട്ടാണ് എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നത്. അതേപോലെ എലിമിനേറ്റ് പ്രോസസ് ദാറ്റ് കോസ് ഹ്യൂമൻ ഫാറ്റീഗ് എന്ന് പറഞ്ഞാൽ ക്ഷീണം. നമ്മൾ പറഞ്ഞു ഫിസിക്കലി മെൻ്റലി ആയിട്ടുള്ള ഓവർലോഡിങ് വർക്കുകളൊന്നും ഇവിടെ കൊടുക്കണില്ല, അതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് ഓവർ സ്ട്രെയിൻ കാര്യങ്ങളൊന്നും കൊടുക്കാതെയാണ് വർക്ക് ചെയ്യണത്. സോ അതുകൊണ്ട് ഹ്യൂമൻ ഫാറ്റീഗ്, അവർക്ക് ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് ചെയ്യണത് എന്ന് പറഞ്ഞത്. അതുപോലെ ഇൻഡിവിജ്വൽ പേഴ്സണൽ കാപ്പബിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്തു, പുതിയ ന്യൂ പ്രൊഡക്ട്സിൻ്റെ ഐഡിയാസ് ഇമ്പ്രൂവ് ചെയ്തു, സിസ്റ്റത്തിൻ്റെ അതുപോലെ പ്രോസസ്സൊക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ പ്രൊഡക്റ്റിൻ്റെ മാക്സിമം ക്വാളിറ്റിയും അതുപോലെ എഫിഷ്യൻസിയും കൂട്ടി. ആൻഡ് ഓപ്പൺ മാനേജ്മെൻറ്റ് സ്റ്റൈൽ ഹലോ ക്വസ്റ്റ്യനിങ് ഫോർ എക്സിസ്റ്റിംഗ് സിസ്റ്റം ആൻഡ് പ്രോസസ്സ്, അതായത് ഓപ്പൺ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ എന്ത് കാര്യങ്ങളും തുറന്ന് പറയണം. അപ്പോൾ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായി അവർക്ക് തുറന്ന് ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ട്. മെഷീൻ കാപ്പബിലിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് മെഷീനിലുള്ളത് മാക്സിമം കപ്പാസിറ്റി കാര്യങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തു. കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് അറ്റ് ഓൾ ലെവൽസ്, ടോപ്പിലായാലും ലോ ലെവലായാലും ഹൈ ലെവലായാലും എല്ലാ ലെവൽസ് ആയാലും അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തി. പിന്നെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി. ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ കസ്റ്റമർ സർവീസ് ആൻഡ് കസ്റ്റമേഴ്സിനായിട്ടുള്ള ഗുഡ് റിലേഷൻഷിപ്പ് കസ്റ്റമേഴ്സിനായിട്ടുള്ള സർവീസസും അതുപോലെ അവിടുത്തെ റിലേഷൻഷിപ്പൊക്കെ കുറേയും കൂടി ഇമ്പ്രൂവ് ചെയ്തു. ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ പ്രൊഡക്ഷൻ എയ്ഡ്സ്, അതായത് ഫിക്ചേഴ്സ് ടൂൾസ് അതിലൊക്കെ പ്രൊഡക്ഷൻ എയ്ഡ്സിൽ അവിടെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തി. പിന്നെ ഫാസ്റ്റ് ഡെലിവറി, കെട്ടിക്കിടത്താണ്ട് അവർക്കൊക്കെ കസ്റ്റമേഴ്സിന് എപ്പോഴും ആവശ്യമുള്ള അതനുസരിച്ചിട്ട് അവർക്കൊക്കെ ഫാസ്റ്റായിട്ട് ഡെലിവറി ചെയ്തു തുടങ്ങി. എല്ലാവർക്കും ഫാസ്റ്റ് ഡെലിവറി ഉണ്ടായി, എല്ലാ പ്രോഡക്ട്സും കൃത്യസമയത്ത് എത്തിച്ചു തുടങ്ങി. അതേപോലെ ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ യൂസ് ഓഫ് ക്യാപിറ്റൽ, എംപ്ലോയി റിട്ടൻഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് ക്യാപിറ്റലുകളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ എംപ്ലോയീസിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് റിട്ടൻഷൻ കൊടുക്കാൻ, അതുപോലെ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. ഇതൊക്കെയാണ് കേസിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നപ്പോൾ അതിൻ്റെ ഉണ്ടായ ഉപകാരങ്ങൾ. അതേപോലെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ദി കോൺസെൻട്രേറ്റ് അറ്റൻഷൻ ഓഫ് ദ പ്രോസസ് ആൻഡ് ആക്ടിവിറ്റി സെൻറ്റേഡ് ടു ഗെറ്റിംഗ് പ്രോസസ് ഓഫ് റൈറ്റ്, എന്താണ് സെൻറ്റേഡ്, അതായത് ഇതിൽ നടന്നു കഴിഞ്ഞാൽ ഏതാണോ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അതിൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റും. അതായത് ഏത് പ്രോസസ്സിലാണോ കൂടുതൽ റൈറ്റ് കാര്യങ്ങൾ ഏതൊക്കെയാണ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വരും. അതേപോലെ തന്നെ ഏബിൾ ടു ഐഡൻറ്റിഫൈ വെർ ഗോയിങ് റോങ് ആൻഡ് ചേഞ്ച് ഇൻ ദി പ്രോസസ് മിസ്റ്റേക്ക് ഡു നോട്ട് ഒക്കർ, അതേപോലെ എന്തൊക്കെ ഭാഗത്താണ് തെറ്റ് വരണേ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് തിരുത്താനും ഹെൽപ്പ് ചെയ്യണം. അതുപോലെ തന്നെ വേസ്റ്റ്ഫുൾ പ്രോസസ്സ് ആർ റെഡ്യൂസ്ഡ്, അതോടെ ഉണ്ടാവുന്നത് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ വേസ്റ്റ് ആയത് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്നു. ഇതുപോലെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഗോൾസ് ഓഫ് കമ്പനി ഐഡൻറ്റിഫൈ ഈസിലി, അതേപോലെ ലോങ് ടേമും ഷോർട്ട് ടേമിൻ്റെ എല്ലാ ഗോൾസ് കാര്യങ്ങൾ കമ്പനിയുടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ആൻഡ് ഇത് സിസ്റ്റം എൻഷുർ ഗോൾസ് അതിലൂടെ നമുക്ക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു. ഇത് ഹാമസ് ഗ്രൂപ്പ് സെൻറ്റേഡ് ആക്ടിവിറ്റി ഫോർ എൻകറേജ് ടീം വർക്ക്, ഹെൻസ് ടീം വർക്ക് വിത്ത് ഇൻക്രീസ് ട്രെമെൻഡൻസ്ലി, അതായത് ഗ്രൂപ്പ് വർക്ക്, അതായത് ഗ്രൂപ്പായിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു, നമ്മൾ ഗ്രൂപ്പ് സെൻറ്റേഡ് ആക്ടിവിറ്റി ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ
നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. അതായത് വളരെയധികം ടീം വർക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിലേക്ക് കൂടുതലും ഇൻവോൾവ്മെൻ്റ് ആവുള്ളൂ. പീപ്പിൾ ആർ ടു ബിയോണ്ട് ദ നീഡ്സ് ഓഫ് ദെയർ സ്പെസിഫിക്. ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വേണ്ടത് എന്ന് അവർ തിരിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് റിവാർഡ്സ് എഫേർട്ട് വെൽ അച്ചീവ്മെൻറ്റ്. ഇത് എന്താണ് അച്ചീവ് ചെയ്യാനുള്ള ഒരു റിവാർഡാണ് എന്നാണ് പറയുന്നത്. ദ മെത്തേഡ് ഫോർ അച്ചീവ് പ്രോബ്ലം സോൾവിങ്. ആക്റ്റീവ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഇതിലൂടെ ഹെൽപ്പ് ചെയ്യണം. അല്ലെ, ഇപ്പോൾ മിസ്റ്റേക്ക് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ ഈ കേസ് ആൻഡ് ടൂൾസ് കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഡെലിഗേറ്റ്സ് റെസ്പോൺസിബിലിറ്റി ടു ഓൾ പാർട്ടിസിപ്പൻസ്. നമ്മൾ പറഞ്ഞു ലോ ലെവലായുള്ള മാനേജേഴ്സിന് പോലും എന്താ പറയുക നമ്മൾ ഡിസിഷൻസ് എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എന്താണ് റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ ഇറ്റ് ഗീവ്സ് എംപ്ലോയി സെൻസ് ഓഫ് പർപ്പസ്. കൂടുതൽ എംപ്ലോയീസിൻ്റെ സെൻസിലായിരിക്കും കൂടുതൽ ഈ കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടവ. All people who participate in certain responses are given more purposeful. Further, since it put people on forefront, employee morale increased tremendously. അതായത് എല്ലാ പീപ്പിളും ഇതിൽ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി കിട്ടണം. അതോടെ അവരെന്താണ് കൂടുതൽ അത് എഫക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ആറ്റച്ച് മോട്ടിവേറ്റ് ഫുഡ് ബിൽഡിംഗ് ക്വാളിറ്റി ഇൻ ദ പ്രൊഡക്റ്റ്. ഇത് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പീപ്പിളിന് ചെയ്തു കൊടുക്കുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുന്നത്, അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. അല്ലേ, അവരതിൽ മടിയൊന്നും കാണിക്കില്ല, അവർ പ്രൊഡക്ടിവിറ്റി കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യണം. അതുപോലെ ഇൻസ്പെക്ഷൻ്റെ നീഡില്ല ഇതിൽ, അവരത് ചെയ്യുന്നു അവർക്ക് ഉറപ്പുണ്ട്. ബ്രേക്ക് ഡൗൺ ഡിപ്പാർട്ട്മെൻറ്റ് ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഫോക്കസ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സിൻ്റെ എന്താണ് നീഡ് അതനുസരിച്ചിട്ട് അവർ ഓരോ കാര്യങ്ങളും അവർ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ ടു റെഡ്യൂസ് വേസ്റ്റ് ആൻഡ് സൂപ്പർഫ്ലോ ആക്ടിവിറ്റി വിച്ച് ഇസ് നോൺ വിസിബിൾ ടു മാനേജ്മെൻറ്റ്. അതുപോലെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ ഇവരെ ഹെൽപ്പ് ചെയ്യണം. മാനേജറിന് കണ്ണിപ്പെടാത്ത കാര്യങ്ങൾ പോലെ എന്താ പറയുക എലിമിനേറ്റ് ചെയ്ത് പോകണു. എസ്റ്റാബ്ലിഷ് ലോങ് റൺ കോൺഫോർ കമ്പനി ഇറ്റ് കീപ് എ പ്രീസ്റ്റ് ഓഫ് ചേഞ്ച് കേസ് ആൻഡ് ബിക്കം ഗെറ്റ്സ് എവരി വൺ. അതേപോലെ തന്നെ എന്തെങ്കിലും ലോങ് ടേം ചേഞ്ച് ഉണ്ടാവുമ്പോൾ അത് എന്താ പറയുക ഇത് ലോങ് ടേം ആയിട്ടുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാൻ ഈ കേസ് ആൻഡ് ടൂളിലൂടെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്നാണ് കേസ്, അതായത് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്. അതിലൂടെ നമുക്ക് എന്താണ് വലിയൊരു നേട്ടം നമുക്ക് കൈവരിക്കാൻ ഇതിലൂടെ പറ്റുന്നു. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജും ഫീച്ചേഴ്സ്. അപ്പോൾ കേസിൻ്റെ സ്റ്റഡി ചോദിക്കാറുണ്ട്, കേസ് സ്റ്റഡി. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.